السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മുടെ സംഗമം അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദീർഘകാലം ജീവിക്കാനും അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മനുഷ്യനെ അറിയുക, കൂടെ നിൽക്കുക എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ആരാണ് മനുഷ്യൻ? പല രീതിയിൽ അത് നമുക്ക് നിർവചിച്ചെടുക്കാൻ പറ്റും. മതം പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് മനുഷ്യർ എന്ന്. മനുഷ്യനെ ബയോളജിക്കലായി നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. വേറെ പല രീതിയിൽ അവനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നമ്മുടെ ശരീരത്തെ പ്രാധാന്യമായി കണ്ട് ആ ശരീരഘടനയിൽ നിന്നും നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ആവശ്യമായ കണ്ടന്റുകളിൽ നിന്നും മനുഷ്യനെ വായിക്കാൻ ശ്രമിച്ചാൽ വളരെ നിസ്സാരമായൊരു വസ്തുവാണ് ഈ മനുഷ്യൻ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏകദേശം ഒരു 2000 രൂപയ്ക്ക് താഴെ വിപണി മൂല്യമുള്ള കുറേ പദാർത്ഥങ്ങളുടെ സമുച്ചയം. മനുഷ്യ ശരീരത്തിലെ 80% വെള്ളമാണെന്ന് നമുക്കറിയാം. ശരീരത്തിലെ ഹാർഡായ ഭാഗം എല്ല്, അതിൽ പോലും 20% വെള്ളമാണ്. പിന്നെ കുറെ കാർബോഹൈഡ്രേറ്റ്, അയണ്, സിങ്ക്, ഒരു തീപ്പെട്ടി നിർമ്മിക്കാൻ മാത്രം ആവശ്യമായ ഫോസ്ഫറസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആയി ഈ മനുഷ്യ ശരീരത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഈ സാധനങ്ങൾ മൊത്തം നമ്മളൊരു മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെങ്കിൽ 2000-ൽ താഴെ രൂപ മാത്രമേ ചെലവ് വരുള്ളൂ. പക്ഷെ ഈ സാധനങ്ങൾ മനുഷ്യൻ എന്ന രീതിയിൽ രൂപാന്തരപ്പെടുമ്പോൾ അത് അമൂല്യമായൊരു വസ്തുവായിട്ട് മാറുന്നു. എന്താണ് മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ടത്? മനുഷ്യന് നിരന്തരമായി പുരോഗതി പ്രാപിക്കാൻ പറ്റും വിധം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ സിദ്ധാന്തങ്ങളും തിയറികളും കണ്ടെത്താൻ പറ്റും വിധം അവൻ്റെ ബുദ്ധി ശക്തമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ പുരോഗതിയെല്ലാം നേടിയെടുത്തത്. പക്ഷികൾക്ക് പറക്കാൻ കഴിയും, സൃഷ്ടിപരമായി മനുഷ്യനത് സാധ്യമല്ല. പക്ഷേ പക്ഷികളെ നോക്കി കൗതുകപ്പെട്ടിരിക്കാതെ അവരെക്കാൾ വേഗതയിലും ദൂരത്തും സഞ്ചരിക്കാനുള്ള മാർഗം മനുഷ്യന് കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ട്? ഈ ഒരു ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട്. അങ്ങനെയാണ് ഓരോന്നും. മത്സ്യത്തെ പോലെ കടലിൻ്റെ ആഴികളിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റും. വലിയ ഫിസിക്കലി ശക്തരായ മൃഗങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയ അധ്വാനം നമുക്ക് നമ്മൾ നിർമ്മിച്ച യന്ത്രങ്ങൾ കൊണ്ട് ചെയ്യാനാകും. ഒരു JCB ഒക്കെ എത്ര ആളുകളുടെ വർക്ക് ചെയ്യും 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മറ്റ് ജീവജാലങ്ങളെ തോൽപ്പിക്കാൻ പറ്റും വിധത്തിൽ മനുഷ്യന് അവൻ്റെ ജീവിതത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അള്ളാഹു നൽകിയ ഈ ഒരു ബുദ്ധി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പണ്ട് മുതൽ, ശരിക്കും സോക്രട്ടീസിന്റെ കാലവും അതിൻ്റെ മുന്നേയും മുതൽ, മനുഷ്യന് നാം നൽകുന്ന നിർവചനം ചിന്തിക്കുന്ന മൃഗം എന്നാണ്. ഹോമോസാപ്പിയ, ചിന്തിക്കുന്ന മൃഗം. മറ്റുള്ളവയ്ക്കൊന്നും ഈ വിധത്തിൽ പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്ന ചിന്താവൈഭവം, ശേഷി റബ്ബ് തആല നൽകിയിട്ടേയില്ല. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിവർഗം ചിമ്പാൻസികളാണ്. ഈ ചിമ്പാൻസികളിൽ തന്നെയും ഏറ്റവും പുരോഗതി പ്രാപിച്ച വർഗത്തിന് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിപരമായ പ്രവർത്തനം എന്താണ്? ഉറുമ്പിൻ്റെ കൂട് പൊളിക്കും, അതിലേക്ക് ചുള്ളിക്കമ്പ് താഴ്ത്തി വെക്കും. ആ ചുള്ളിക്കമ്പിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഉറുമ്പുകളെ പുറത്തെടുത്ത് അങ്ങനെ
തിന്ന് അവയുടെ വിശപ്പ് മാറ്റും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി കുറേ കാലം ഉറുമ്പിന്റെ കൂട്ടിലേക്ക് കൈയിട്ട് ഇവറ്റങ്ങളെ വാരിത്തുന്നാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേരിയ പുരോഗതിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അവറ്റങ്ങൾക്ക് പോലും ചിന്തിക്കാനാകില്ല. ഈ ഉറുമ്പുകളെ പിടിച്ച് വറുത്ത് തിന്നുന്ന ഒരു ശൈലിയിലേക്ക് അവ ഇതുവരെ വളർന്നു വന്നില്ല. എന്തിന്? ഉറുമ്പുകളോടൊപ്പം മറ്റെന്തെങ്കിലും കൂട്ടി ഒരു ജോയിന്റ് ഫുഡ് കഴിക്കുന്ന ശൈലിയിലേക്ക് അവ ഇതുവരെയും വികസിച്ചില്ല. ലോകത്ത് ഒരു ജീവിയും വികസിച്ചു വന്നില്ല. ആട് പച്ചപ്പുല്ല് തിന്നുകൊണ്ടിരിക്കും, കൂട്ടത്തിൽ ഒരു ചമ്മന്തി കൂട്ടാൻ ഇതുവരെ അതിന് തോന്നിയിട്ടില്ല. മനുഷ്യൻ പക്ഷേ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം സ്വപ്നം കാണുന്നു, പിന്നീട് അവൻ അധ്വാനിക്കുന്നു, ആ സ്വപ്നം കരഗതമാക്കുന്നു. അങ്ങനെയാണ് ശാസ്ത്രലോകത്തുള്ള പല കണ്ടെത്തലുകളും. ലേസർ ഗൺ പോലും ആദ്യം ഈ സയൻസ് നോവലുകളിലൊക്കെ അങ്ങനത്തെ ചില ആയുധങ്ങൾ വരും. പിന്നീട് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ആലോചിച്ച് അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ ആയുധം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിക്കുന്നില്ല, മറ്റൊരു ജന്തു വിഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഒരു പുരോഗതി സാധ്യമേ അല്ല. എന്തുകൊണ്ട്? അവയ്ക്ക് ചിന്താശേഷിയില്ല എന്നതുകൊണ്ട് തന്നെ. ഇതുകൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും പ്രാധാന്യം അവൻ്റെ ഈ ചിന്തയും അവൻ്റെ ആത്മാവും അവൻ്റെ ആന്തരികമായി നമുക്ക് കണ്ണുകൊണ്ട് കാണാനാകാത്ത, എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് അവനെ വേർതിരിക്കുന്ന, വ്യതിരക്തനാക്കുന്ന ചില പ്രത്യേകമായ സിദ്ധികളാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതെന്ന് മതം പറയുന്നത്. ശരീരത്തിൻ്റെ കേടുകൾ തീർക്കാൻ നമുക്ക് വൈദ്യശാസ്ത്രമുണ്ട്. അത് മതം പ്രോത്സാഹിപ്പിച്ചതാണ്, ചികിത്സിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും മികച്ച ചികിത്സാ രീതികൾ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. അത് സംബന്ധമായി ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. തുബ്ബുന്നബി എന്ന പേരിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്ര നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച വിജ്ഞാന ശാഖയുമുണ്ട്. മൗലാന സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ-ഹിക്മ ഫിത്തിബ് അർ-റഹ്മ ഫിത്തിബ് വൽ ഹിക്മ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഈ വൈദ്യശാസ്ത്രത്തിലെ മികച്ച രചനകളാണ്. അന്ന് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സയൻസാണ്, ഹക്കീം എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റുമാണ്. അതുകൊണ്ടാണ് അർ-റഹ്മ ഫിത്തിബ് വൽ ഹിക്മ എന്ന പേരിൽ മഹാനായ ഇമാമുന സുയൂത്തി കിതാബ് രചിക്കുന്നത്. ഈ റസൂലിൽ നിന്നുള്ള വൈദ്യശാസ്ത്ര രംഗത്തും മറ്റുള്ള വിജ്ഞാനങ്ങളിലുമുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് വല്ലാതെയൊന്നും വൈകാതെ ഇസ്ലാമിന്റെ ഗോൾഡൻ ഇറകളിൽ വൈദ്യശാസ്ത്ര രംഗത്ത്, മറ്റ് ശാസ്ത്ര മേഖലകളിൽ മുസ്ലിം ലോകം ഏറ്റവും മികച്ചവരായി നിലകൊണ്ടത്. ഇത് കേവലം അവകാശവാദമല്ല, വസ്തുതയാണ്, ചരിത്രം അംഗീകരിച്ചതാണ്. നൂറ്റാണ്ടുകളോളം വൈദ്യശാസ്ത്ര രംഗത്ത് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പഠന പുസ്തകം ഇബ്നു സീന എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയ കിതാബ് അൽ കിതാബ് ഫി തിബ്ബ് എന്ന തടിച്ച ഗ്രന്ഥമായിരുന്നു. നൂറ്റാണ്ടുകളോളം MBBS വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായി ആശ്രയിച്ച പുസ്തകം അതായിരുന്നു. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സംഭാവനകളെ ഓർമ്മപ്പെടുത്തുന്ന ഇബ്നു സീന മ്യൂസിയം ഉണ്ട് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാവുന്ന താഷ്കന്റിനടുത്ത്. അദ്ദേഹം എല്ല് മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകമായ യന്ത്രത്തിന്റെ വികസിത രൂപം, ബേസിക്കലി അതിനോട് 100% ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഉപകരണമാണത്ര ഇന്ന് പോലും വൈദ്യശാസ്ത്ര വിശകലന്മാർ എല്ല് മുറിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അൽ കിതാബ് ഫി തുബ്ബിന്റെ 1000ാം വാർഷികം ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ചികിത്സിക്കുക, ശരീരവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടുക എന്നത് മതം പ്രോത്സാഹിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി പറഞ്ഞ, റസൂല് തന്നെയും അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഔഷധങ്ങൾ വിശദീകരിച്ച ഒരു മേഖലയാണ്. അപ്പൊ ശരീരത്തെ ചികിത്സിക്കാൻ നമുക്ക് ഭൗതികമായ വിഭവങ്ങളും ഭൗതികമായ ഈ ഔഷധങ്ങളും ഉപയോഗപ്പെടുത്താൻ പറ്റും.
പക്ഷെ അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. കാരണം അവനിൽ കുടികൊള്ളുന്ന സ്വഭാവം വിശിഷ്ട രൂപത്തിലേക്ക് മാറണമെങ്കിൽ ആത്മീയമായ ചികിത്സ നിർബന്ധമാണ്. അതാണ് ഭൗതികമായ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടെ തന്നെ മതം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവിവർഗങ്ങളിലുള്ള ജീവൻ നിലനിൽക്കുന്ന ആത്മാവ് എന്നതിനപ്പുറം ഹദീസ് ഷരീഫുകളുടെ വിശദീകരണം അനുസരിച്ച് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ 4-ാം മാസത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രത്യേകമായൊരു ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുന്നവനാണ്. അത് സാധാരണഗതിയിൽ ജീവികൾക്കുള്ള ഒരു ആത്മാവല്ല. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ശരീരത്തിന്റെ ചില ഘടകങ്ങളല്ല. അത് മനുഷ്യന്റെ ബീജാണുവിന് മുതൽ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. നമുക്കറിയാലോ, ബീജങ്ങൾക്ക് ചലനശേഷി നശിച്ചാൽ പോലും അത് കുഞ്ഞായി മാറാതിരിക്കുന്നതാണ് ശാസ്ത്രം. അപ്പോ 4-ാം മാസത്തിൽ വരുന്ന റൂഹ് എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പ് എന്ന രീതിയിലുള്ള ആ സംവിധാനമല്ല. അത് മുട്ടയ്ക്കുണ്ട്, നമ്മുടെ വിത്തുകൾക്കുള്ളിലുണ്ട്. അപ്രകാരം തന്നെ ചെടികളുടെ കമ്പ് മാറ്റി നടുമ്പോൾ അതിൽ നിന്ന് പുതിയ ചെടി മരം രൂപപ്പെടുന്ന ആ കമ്പിൽ ഉണ്ട്. മനുഷ്യന്റെ ബീജങ്ങളിലും അതുണ്ട്, ഉണ്ടാവണം. അതുകൊണ്ടാണ് ചലനശേഷി കുറഞ്ഞാൽ പോലും, ചലനശേഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ഓട്ടല്ല. 1 മണിക്കൂർ കൊണ്ട് 1 ഇഞ്ച് മാത്രം നീണ്ടു നിൽക്കുന്ന ദൂരം പോകുന്ന ഈ ബീജകണങ്ങളുടെ സഞ്ചാരം, അതിനേക്കാൾ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞാവാതിരിക്കുന്നതാണ് ശാസ്ത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു റൂഹ് ഈ ജന്തുവർഗങ്ങൾക്ക് എല്ലാത്തിനുണ്ട്. മനുഷ്യന് പക്ഷേ 4-ാമത്തെ മാസത്തുമ്പോഴേക്ക് പ്രത്യേകമായ മലക്ക് വരുന്നു, പ്രത്യേകമായ ഒരു റൂഹ് സന്നിവേശിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. ഈ റൂഹിനെ പരിപോഷിപ്പിക്കാനും ആത്മീകമായ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുമാണ് നിരന്തരമായി പ്രവാചകന്മാർ അവതരിച്ചത്. ഇതാണ് മതം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥ മനുഷ്യനെന്ന് നമുക്ക് വ്യവഹരിക്കാൻ പറ്റുന്നത് ഈ ഒരു ആത്മാവിനെ കുറിച്ചാണ്. ഈ ആത്മാവ് എത്രമേൽ വിശുദ്ധമാകുന്നോ അതനുസരിച്ചാണ് മനുഷ്യ ശരീരം വിശുദ്ധമാകുന്നത്. ഈ ആത്മാവിന് ഏതൊക്കെ രീതിയിലുള്ള വൈകല്യം വരുന്നോ അതനുസരിച്ച് മനുഷ്യൻ മാനവികതയിൽ നിന്ന് തെന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പലയിടങ്ങളിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ പോലെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ വേണ്ട വിധം പോഷിപ്പിക്കാതെ അധമത്വങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയവർ സമ്പൂർണമായി പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. മൗലാന ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 3-ാം വാള്യത്തിൽ അജായിബുൽ ഖുലൂബ് എന്ന് പറയുന്ന ഭാഗം പ്രാധാന്യത്തോടുകൂടെ മാറ്റിവെക്കുന്നത് ഈ റൂഹിനെ വിശദീകരിക്കാനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. ഇതിനെ എത്രമേ നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്നോ അതനുസരിച്ചാണ് സമൂഹം കൃത്യതയോടുകൂടെ മുന്നോട്ട് പോകുക. കാരണം സമൂഹം എന്നാൽ കുറേ മനുഷ്യരുടെ സമുച്ചയമാണ്. ഓരോ മനുഷ്യനും നന്നാകുന്നതോടുകൂടെ സമൂഹവും നന്നായിരുന്നു. മനുഷ്യൻ നന്നാകുമ്പോൾ ലോകം നന്നായിത്തീരുന്നു എന്നർത്ഥം. നമ്മൾ പണ്ട് മുതൽ കേട്ടുവരുന്ന ഒരു കഥയുണ്ട്, ഒരു ഭൂപടത്തിന്റെ കഥ. ലോകത്തിന്റെ മാപ്പ് കുട്ടിയുടെ പഠനാവശ്യാർത്ഥം ഒരു പിതാവ് അവന് മേടിച്ചു കൊടുക്കുന്നു. ഏതോ ഒരു ദുർബലമായ നിമിഷത്തിൽ എന്തോ ഒരു ദേഷ്യം വന്നിട്ട് ആ കുട്ടി ആ മാപ്പ് കീറി തുണ്ടമാക്കും. ഇത് കണ്ട് അവന്റെ റൂമിലേക്ക് വരുന്ന പിതാവിന് അഗാധമായ ദുഃഖം വരുന്നു. അവന്റെ പഠനാവശ്യാർത്ഥം ഉപയോഗിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം ആദരപൂർവ്വം മേടിച്ചു കൊടുത്ത ഈ ഭൂപടം ഈ കുട്ടി കീറിക്കളഞ്ഞത് കണ്ടപ്പോ സ്വാഭാവികമായും ആ പിതാവിന് വിഷമമുണ്ടായി. അദ്ദേഹം ആ കുട്ടിയോട് സംബന്ധമായി ഗൗരവത്തിൽ സംസാരിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ഒരു ദിവസം ആ പിതാവ് ആ റൂമിലേക്ക് തന്നെ കയറി വന്നപ്പോൾ കീറിക്കളഞ്ഞ ആ ഭൂപടം ആ കുട്ടി കൃത്യമായ രീതിയിൽ ഒട്ടിച്ച് ശരിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന് അത്ഭുതം തോന്നി.
ഇവൻ ഈ ഭൂപടത്തിനും ലോകത്തെക്കുറിച്ചുള്ള ലോകം ഏതൊക്കെ ഭൂമി ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന വിഷയത്തിൽ ഇത്രമേൽ വിജ്ഞാനം ഉണ്ടോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് അഭിമാനം തോന്നി. കാരണം കീറിക്കളഞ്ഞ ലോകത്തിന്റെ ഭൂപടം പുനഃസൃഷ്ടിക്കുക എന്നത് ഈ ഭൂപടത്തെക്കുറിച്ച് അവന് ക്ലാസ് എടുക്കുന്ന ഹിസ്റ്ററിയുടെ അധ്യാപകന് പോലും സാധ്യമല്ലാത്തതാണ് സാധാരണഗതി. എന്നിട്ട് ആ കുട്ടി കീറി തുണ്ടമാക്കിയ ഭൂപടം ലോകത്തിന്റെ ചിത്രം കൃത്യമായ രീതിയിൽ ഒട്ടിച്ച് ശരിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന് വഴക്ക് പറഞ്ഞ ആ നിമിഷത്തെ കുറിച്ചോർത്ത് ദുഃഖം തോന്നി. അദ്ദേഹം തന്റെ മകന്റെ ഈ ശ്രേഷ്ഠമായ വൈദഗ്ധ്യത്തിൽ നന്നായിട്ട് ആനന്ദിച്ചു, സന്തോഷിച്ചു. മകനെ ചേർത്ത് നിർത്തിയിട്ട് ആ പിതാവ് അവനോട് സംസാരിച്ചു. അന്ന് ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം എനിക്ക് മേടിച്ചു തന്ന ആ ചിത്രം നീ കീറിക്കളഞ്ഞത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്ന് കയർത്ത് സംസാരിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഈ ഒരു ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന വിജ്ഞാനത്തിൽ നീ എന്തൊരു മിടുക്കനാന്ന് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. കീറി തുണ്ടമാക്കിയ ഈ ഒരു ചിത്രം നേരെ ഒട്ടിച്ച് ശരിപ്പെടുത്താൻ നിന്റെ അധ്യാപകന് പോലും സാധ്യമല്ല. നീ അത്രമേൽ ഉഷാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞ സമയം ആ കുട്ടി വളരെ വളരെ നിഷ്കപടതയോടുകൂടി ആ പിതാവിനോട് പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ഈ ഭൂപടത്തെക്കുറിച്ച് വലിയ വിജ്ഞാനമൊന്നുമില്ല. അത് കീറിക്കളഞ്ഞാൽ കൃത്യമായി ഒട്ടിച്ചു വെക്കാൻ ഏതൊക്കെ രാഷ്ട്രങ്ങൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പിന്നെ പിതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ, സങ്കടം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നു. എങ്ങനെയെങ്കിലും ഇതൊരൊട്ടിച്ച് ശരിയാക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ പിതാവിന്റെ സങ്കടം തീർക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, എങ്ങനെയാണ് ഇതൊന്ന് ഒട്ടിച്ച് നേരാക്കാൻ കരുതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു പീസിൽ ആ ഭൂപടത്തിന്റെ ഒരു കഷ്ണത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു തലയുടെ ചിത്രം വരുന്നത്. ഈ ഭൂപടത്തിന്റെ അപ്പുറം മറുവശത്ത് ഒരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നു പിതാവേ. എനിക്ക് മനസ്സിലായി അത് ഒട്ടിക്കാനുള്ള ഐഡിയ അതാണ്. അങ്ങനെ ഞാൻ ഭൂപടം മറിച്ചു വെച്ചു. എന്നിട്ട് മനുഷ്യന്റെ തലയുടെ സ്ഥാനത്ത് തല വെച്ചു, കൈന്റെ സ്ഥാനത്ത് കൈവച്ചു, കാലുകളുടെ സ്ഥാനത്ത് കാല് വെച്ചു. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു മനുഷ്യൻ നന്നപ്പോൾ എൻ്റെ ലോകം നന്നായി പിതാവേ എന്ന കുട്ടി വിശദീകരിച്ച ഒരു കഥ. മനുഷ്യൻ നന്നായപ്പോൾ എൻ്റെ ലോകവും നന്നായി തീർന്നു. ഇതാണ് വസ്തുത. മനുഷ്യൻ നന്നാകുന്നതോടുകൂടെ ലോകം നന്നായി തീരും. എന്നാൽ മനുഷ്യന്റെ മഹത്വവും മനുഷ്യൻ ആരാണ് എന്ന ബോധവും ജനങ്ങൾക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ തല്ലിക്കൊല്ലുന്ന അനുഭവം സാംസ്കാരിക സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നമ്മൾ കേട്ടിക്കൂല. കേരള ഉത്തരേന്ത്യക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി നമുക്കറിയാം. ഇപ്പൊ കുറെ സെമസ്റ്റർ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഭീഷണമായ ചില വാർത്തകൾ. ഉത്തരേന്ത്യക്ക് പഠിച്ച് നമ്മൾ കുറേ പരീക്ഷ പാസ്സായിരിക്കുകയാണ്. പെട്ടെന്ന് ഉത്തരേന്ത്യയിലേക്ക് എത്താൻ പറ്റും വിധം നമ്മൾ ഏകദേശം പരീക്ഷയൊക്കെ പാസ്സായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിയാണോ നീന്നും ചോദിച്ച് 2 മണിക്കൂറിലേറെ ക്രൂരമായി മർദ്ദിച്ച് ഒരു പാവം മനുഷ്യനെ കൊന്നു കളയുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ അതിനെ കണ്ടത്. ഏതോ ഒരാൾ തല്ലിക്കൊന്നു എന്ന രീതിയിലാണ് ഔദ്യോഗികമായ വിശദീകരണം പോലും വന്നത്. നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, ആ മനുഷ്യൻ 2-3 ദിവസം മുന്നെയാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇത് തൊഴിലാളികളുടെ പറുദീസയെന്ന് കരുതിയിട്ട് ഇവിടെ ജോലി ചെയ്താൽ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ട നിത്യവൃത്തിക്ക് പറ്റുമെന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ടപ്പെട്ട മനുഷ്യൻ 2-3 ദിവസം ജോലിയൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപേരാ നടന്ന് ആ ഒരു ക്ഷീണത്തിൽ ആ ഒരു പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് കുറെ രാഷ്ട്രസ്നേഹികൾ എത്തുന്നത്. നമ്മുടെ നാടിനങ്ങോട്ട് ശുദ്ധീകരിച്ച് ശരിയാക്കുന്ന പ്രതിജ്ഞ എടുത്ത കുറെ ആൾക്കാരുണ്ട്. ഭരണാധികാരികൾ നാടിന് വേണ്ടി ചിന്തിക്കേണ്ടവരാണ്. ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. എങ്ങനെയെങ്കിലും നാട്ടുകാരെ തല്ലിക്കൊല്ലുക, പുറത്താക്കുക എന്ന ഒരു പ്രത്യേകമായ താല്പര്യത്തിലേക്കും അജണ്ടകളിലേക്കും ഭരണാധികാരികളുടെ താല്പര്യത്തോടുകൂടെ പിന്തുണയോടുകൂടെ പൊതുസമൂഹം എന്ന് പറയുന്ന കഴുതകൾ മാറിയാൽ തല്ലിക്കൊന്നു. ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് 4-മത്തെയും 5-മത്തെയും കേസാണ്. 4-മത്തെയോ 5-മത്തെയോ കേസാണ്. പട്ടിണി കടന്നിട്ട് വിശന്ന് വയ്യാഞ്ഞിട്ട് ഇത്തിരി ചോറ് മോഷ്ടിച്ചു എന്ന പേരും പറഞ്ഞായിരുന്നു മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത്.
ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? മനുഷ്യൻ ആര് എന്നത് തിരിച്ചറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അള്ളാഹു ഏറ്റവും ആദരിച്ച ജീവിവർഗമാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം, പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അള്ളാഹു മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു. ഈ ഭൗതിക സംവിധാനങ്ങളെല്ലാം അള്ളാഹു പടച്ചത് ആത്യന്തികമായി മനുഷ്യന് വേണ്ടിയാണ്. വൽ അർള വളഅഹാ ലില്ലനാം, പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ അല്ലാഹു തആല മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വിശദീകരിച്ച് പരിശുദ്ധ ഖുർആൻ ഈ വക്കാര്യം നമ്മളവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ആരും കൊത്തിക്കേറണ്ട, മറ്റു ജന്തുക്കൾക്ക് ജീവിക്കണ്ടെന്ന് ചോദിക്കണ്ട. മറ്റു ജന്തുക്കളുടെ ജീവിതം പോലും മനുഷ്യന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഭൂമിയിലുള്ള ഏത് സാധനവും മനുഷ്യന് ഉപകാരപ്രദം. ഏതും നേരെ മറിച്ച് ഏതാനും പുല്ലും ഇത്തിരി വെള്ളവും കഴിച്ചാൽ ഒരാടിന്, പശുവിന് പിന്നെ എന്ത് വേണം? വസ്ത്രം വേണം, ആഭരണം ധരിക്കണം, ഏതെങ്കിലും രീതിയിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കണം. മറ്റ് ജീവിജാലങ്ങൾക്ക് നൈസർഗികമായ സിദ്ധി അനുസരിച്ച് മുന്നോട്ട് പോവാനും അവരുടെ ജീവിതം നിലനിൽക്കാനും ആവശ്യമായ കേവലം 1-2 വസ്തുക്കൾ മാത്രം മതി. നമ്മൾ പഞ്ചതന്ത്രം കഥകളിൽ കുറെ മനുഷ്യരുടെ സ്വഭാവം വെച്ച ജന്തുക്കളെ വായിക്കാറുണ്ട്. ഒരു തത്ത വന്നിട്ട് വാഴയുടെ വട്ടയിലിരുന്നു, അത് തെന്നി വീണു, കാലിൽ മുള്ളു പറ്റി, അതൊരു വെള്ളത്തിൽ മുങ്ങി, അതോടുകൂടെ അതിന് സ്വർണം കിട്ടിയെന്നാണ്. ഇത് കണ്ട ആക്രാന്തം മൂത്ത കാക്ക വന്നു. ആ കാക്ക വാഴയുടെ പട്ടയിലിരുന്നു, പക്ഷെ അതിൻ്റെ ഈ കാലും വിരലുകളും ഒക്കെ നല്ല ഹാർഡും റഫുമായതുകൊണ്ട് അങ്ങനെ വീണില്ല. അപ്പൊ അത് കുലുങ്ങി വീണു. സ്വാഭാവികമായി നല്ല കട്ടിയുള്ള വിരലുകളായതുകൊണ്ട് മുള്ളു കുത്തിയില്ല, അത് അമർത്തി കുത്തിച്ചു, പിന്നെ അത് മുങ്ങി വെള്ളത്തിൽ. അപ്പൊ അതിന് കരിക്കട്ട കിട്ടിയെന്നാണ് കഥ. സംഭവം പറഞ്ഞാൽ ഈ ആക്രാന്തം പാടില്ല എന്നും അവകാശമുള്ളത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഈ കഥയെ നിർമ്മിച്ചയാൾ ഈ 2 പാവപ്പെട്ട പക്ഷികളെ ഉദാഹരിച്ചതാണ്. അടിസ്ഥാനപരമായി നമ്മൾ ആലോചിച്ച് നോക്ക്, തത്തയ്ക്ക് സ്വർണം കിട്ടി, അതിനെന്ത് കാര്യം അതുകൊണ്ടുള്ളത്? തത്തക്ക് സ്വർണം കിട്ടി, ഈ തത്തക്ക് സ്വർണം കൊണ്ട് എന്ത് ചെയ്യാനാ? കാക്കയ്ക്ക് കരിക്കട്ട കിട്ടി, അതുകൊണ്ട് എന്ത് കുറവ് വരാനാണ്? 2 പേർക്കും ഒക്കെ കിട്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പാറിപ്പോകാനല്ലാതെ ഈ സ്വർണ്ണാവട്ടെ അതിനേക്കാൾ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളാവട്ടെ കാക്കക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. മനുഷ്യരെ സംബന്ധിച്ച് സ്വർണമാണെങ്കിലും കരിക്കട്ടയാണെങ്കിലും ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ സൃഷ്ടിക്കപ്പെടുന്നത് പോലും. ഏതും നമ്മൾ ഉപേക്ഷിക്കുന്ന ഓരോ സാധനവും കൊണ്ടുപോവാനും അതിൽ നിന്നും മറ്റൊരു ഉൽപ്പന്നം രൂപീകരിക്കാനും നിർമ്മിക്കാനും മനുഷ്യന് ശേഷിയുണ്ട്. ആലോചിച്ച് നോക്കുക, മനുഷ്യന് ഉപകാരമില്ലാത്ത ഏത് സാധന ലോകത്തുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. പാമ്പെന്തിനാണ് അറിയാലല്ലേ? പാമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൃഷി നന്നായി പോകും. ഒരു ഉദാഹരണം, എലിനെ പിടിക്കാൻ പാമ്പ് വേണ്ടി വരും. അപ്പൊ പിന്നെ എലി എന്തിനാണ്? കൃഷിയിടങ്ങളിൽ ആഴത്തിൽ ദ്വാരം വരണമെങ്കിൽ എലി വേണ്ടി വരും. ആ ദ്വാരത്തിലൂടെ വെള്ളം ഇറങ്ങിയാലാണ് നാട്ടിൻ്റെ മണ്ണിൻ്റെ ഗുണം, പുഷ്കലത നിലനിൽക്കുള്ളൂ. അപ്പൊ എലിനെ പിടിക്കാൻ പാമ്പ് വേണം, നമുക്ക് ബെൽറ്റ് ഉണ്ടാക്കാൻ പാമ്പിൻ്റെ തോല് വേണം, നമുക്ക് മറ്റു പല ആവശ്യത്തിനും പാമ്പിൻ്റെ വെനം ആവശ്യമാണ്. പാമ്പിൻ്റെ ആ വിഷം പോലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എന്തിനാ പിന്നെ പണ്ട് മാമത്തുകളെ സൃഷ്ടിച്ചെന്നൊരു ചോദ്യം ഉണ്ടാവും. എന്തിനാണ് ഡിനോസോറുകൾ എന്ന് ചോദ്യം ഉണ്ടാവും. ഈ ഭൂമി ഇങ്ങനെ പാകപ്പെടാൻ അവറ്റങ്ങൾ ഓടിക്കളിക്കേണ്ടി വന്നിട്ടുണ്ടാവും. നല്ല ശക്തിയുള്ള ബലിഷ്ഠമായ കയ്യും കാലും ഒക്കെ ഉള്ള ഈ സാധനങ്ങൾ ഓടിക്കളിച്ചത് കൊണ്ടായിരിക്കണം ഭൂമി നമുക്ക് കൃഷിയോഗ്യമായി കിട്ടിയത്. ഒന്ന്, ഈ സാധനങ്ങൾ മണ്ണടിഞ്ഞു പോയതിൽ നിന്ന് ഊറി വരുന്ന സ്രവങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ മുഴുവൻ.
ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, അതിൽ നിന്ന് വകതിരിച്ചു മാറ്റുന്ന ക്രൂഡ് ഓയിൽ മുതൽ ടാറ് മുതൽ നമ്മുടെ കാലിലൊക്കെ വിള്ളൽ വരുന്ന സമയത്ത് നമ്മൾ തോണ്ടിത്തേക്കുന്ന ആ പെട്രോളിയം ജെല്ലി പല കമ്പനിയും കൊണ്ടുവരും. വാസലിൻ, അങ്ങനെ പല കമ്പനി അത് കൊണ്ടുവരാറുണ്ട്. പെട്രോളിയം ജെല്ലി മുതൽ പലതും മനുഷ്യന് ഉപകാരമുള്ളത് ലഭ്യമാകുന്നത് ഈ ഒരു സാധനം പണ്ട് ലോകത്ത് ജീവിച്ചത് കൊണ്ടും അവ മണ്ണടിഞ്ഞു പോയത് കൊണ്ടുമാണ്. മനുഷ്യന് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ബാക്കിയുള്ളവയൊക്കെ അവിടെ ഉണ്ട്, അത് മനുഷ്യന് വേണ്ടിയുള്ളതാകുന്നു. കൊന്നു തീർക്കണം എന്നല്ല. വംശനാശം സംഭവിച്ച കുറേ ജന്തുക്കളുണ്ട്, അതുകൊണ്ട് തന്നെയും മനുഷ്യന് കുറേ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതാനും വർഷം മുന്നേ തവളയുടെ കാല് കയറ്റി വിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തവളയുടെ കാല്, വലിയ തവളകളെ പിടിച്ചിട്ട് നേരം വെളുക്കോളം റാന്തലുമായി ചുറ്റി സഞ്ചരിച്ച് തവളകളെ പിടിച്ച് ചാക്കിലിട്ട് കൊണ്ടുവരികയും അതിൻ്റെ കാലിൻ്റെ പീസ് മാത്രം മുറിച്ചെടുത്ത് കയറ്റിവിടുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. വ്യാപകമായി തവളകൾ പിടിച്ചുപോയി. തവളകളുടെ സാന്നിധ്യം തന്നെ ഇല്ലാണ്ടായി. ഏതാനും വർഷങ്ങൾ മുന്നോട്ട് പോയില്ല, നെല്ലുകളും മറ്റു കൃഷികളെയും നശിപ്പിക്കുന്ന വിവിധ ജന്തുക്കൾ വ്യാപകമായി തീർന്നു. അതില്ലാതെ പ്രകൃതിയുടെ താളം നിയന്ത്രിച്ചത് ഈ തവളകളായിരുന്നു. തവളകളെ പിടിച്ചു കൊണ്ടുപോകുന്നത് തവളയുടെ കാലുകൊണ്ടെന്തോ സംഗതി ഉണ്ടാക്കാനല്ലായിരുന്നു, നേരെ മറിച്ച് തവളകൾ തീരാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പോലെ ചുരുട്ടി പുഴു വന്നു, മുഞ്ഞകൾ വന്നു, പല ജാതി സംഗതികൾ കൃഷി നശിപ്പിക്കാൻ തുടങ്ങി. അസമയത്ത് തവളക്കാല് വാങ്ങി കുറേ പൈസ ചെലവഴിച്ച കുത്തക കമ്പനികൾ രാസ മരുന്നുകൾ പുറത്തിറക്കി. കരാട്ടെ എന്നും പറഞ്ഞ്, കളരി എന്നും പറഞ്ഞ് ഓരോ സാധനം വന്നു. എൻഡോസൾഫാൻ വ്യാപകമായി കലക്കി ഒഴിക്കുന്ന രീതികളുണ്ടായി. കാരണം ചില്ലകൾ ധാരാളം വേണ്ട സംഗതികൾക്ക് ഈ സംഭവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചില്ലകൾ വരും. കശുമാവ് ഉദാഹരണം, ഏലം ഉദാഹരണം. ഏലത്തിന് കുറേ ശാഖകൾ വേണം, എങ്കിലേ തൂങ്ങിയുള്ള ഏലക്കായ ഉണ്ടാവുള്ളൂ. കശുമാവിന് കുറേ ചില്ലകൾ വേണം, ബ്രാഞ്ചസ് വേണം. അതുണ്ടാവാൻ ഏറ്റവും നല്ല സാധനം എൻഡോസൾഫാൻ. അതൊഴിച്ചുകൊണ്ടിരുന്നു. ഹെലികോപ്റ്ററിൽ വന്ന് കാസർഗോഡുള്ള പല കൃഷിയിടങ്ങളിലും കശുമാവ് തോട്ടങ്ങളിലും ഈ സാധനം കോരി ഒഴിച്ചു. കാലങ്ങൾ കഴിഞ്ഞില്ല, വലിയ തലകളുള്ള കുട്ടികൾ ജനിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഉണ്ട് താങ്ങിയാൽ പൊന്താത്ത തലയുമായി ജീവിക്കുന്ന കുറേ കുഞ്ഞുമക്കൾ. തവളകളുടെ കാലിന് വേണ്ടി തവളനെ വ്യാപകമായി നശിപ്പിച്ചു. അത് കാരണം വ്യത്യസ്തങ്ങളായ കീടങ്ങളുടെ കഠിനമായ അക്രമം നേരിടേണ്ടി വന്നു. അസമയത്ത് നിരവധിയായ രാസവസ്തുക്കൾ നമ്മൾ വാങ്ങേണ്ടിയും പ്രയോഗിക്കേണ്ടിയും വന്നു. ഇനി അതില്ലാതെ ജീവിതം സാധ്യമല്ലാത്ത രീതി എത്തി. അതില്ലാത്ത ഒരു കൃഷിയും നടക്കില്ലെന്നും ലാഭമാവില്ല എന്നുള്ള അവസ്ഥ എത്തിച്ചേർന്നു. സ്വാഭാവികമായും മനുഷ്യൻ അത് വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അത് അവൻ്റെ ശരീരത്തിലേക്ക് ഭക്ഷണം വഴി കയറി വന്നു. അതുകൊണ്ട് അവിടെ ട്യൂമർ ഉണ്ടായി, ഇവിടെ മുഴ ഉണ്ടായി, അപ്പുറത്ത് ക്യാൻസർ ഉണ്ടായി. മനുഷ്യന് വേണ്ടിയാണ് റബ്ബി പ്രപഞ്ചത്തെ സംവിധാനിച്ചത്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി റബ്ബിന്റെ ക്രമീകരണമാണ്. ആരാണ് മനുഷ്യൻ എന്നതിനെ കുറിച്ച് പിന്നെയും നമ്മൾ പഠിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ കാണുന്ന ശരീരമല്ല മനുഷ്യൻ എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരേണ്ടി വരികയാണ്. നമ്മുടെ ആ റൂഹ് വിശുദ്ധമാം മലക്ക് വന്ന് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നമ്മൾ പിണമായി മാറുന്നു. പിന്നെ നമ്മൾ മയ്യത്തായി തീരുന്നു, ശവമായി തീരുന്നു. നമ്മൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ശരീരം ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. വിഘടനം വരികയാണ്, സ്മെല്ലടിക്കുകയാണ്. ഡോക്ടർ ഷേളി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ ഒന്ന് വായിക്കുക അനുബന്ധമായിട്ട്. ഓരോ ദിവസവും മരണാനന്തരം മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 27 വർഷത്തോളം പോസ്റ്റ്മോർട്ടം വകുപ്പിന് നേതൃത്വം നൽകി അവർ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദുർബലമാവുന്നത്? എന്തുകൊണ്ടാണ് ചിഹ്ന ഭിന്നമാകുന്നത്? എന്തുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ കണ്ണൊക്കെ പോയി വലിയ ഗുഹകൾ രൂപപ്പെടുന്നത്?
എന്തുകൊണ്ടാണ് വയറ് വീർത്ത് വന്ന് ഏകദേശം കബറിൻ്റെ അറ്റം മുട്ടുവോളം എത്തിച്ചേരുന്നത്? പിന്നീട് അത് പൊട്ടിയിട്ട് നമ്മുടെ എല്ലുകൾ മാത്രം പൊന്തി നിന്ന് നമ്മൾ താലോലിച്ച, സ്നേഹിച്ച, ലിപ്റ്റിക്കിട്ട, ഫെയർലോയിൽ തേച്ചിട്ട് മിനുസം കൂട്ടിയ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മാംസളതകൾ ആ കബറിൻ്റെ 4 വശത്തേക്കും ഇങ്ങനെ ഒഴുകി മാലിന്യം, പല ഹോട്ടലുകളുടെയൊക്കെ ബാക്കിലുണ്ടാകുന്ന മാലിന്യം പോലെയായി തീർന്നത്. ആരായിരുന്നു ശരിക്കും മനുഷ്യൻ? അതുവരെ വാപ്പാന്ന് പ്രയോഗിച്ചിരുന്ന സ്വന്തം മക്കൾ പിന്നീട് വാപ്പയുടെ മയ്യത്ത് എന്ന് പ്രയോഗിക്കുകയാണ്. തീരെ വയ്യാണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പണ്ട് ആശാൻ പറഞ്ഞതുപോലെയുള്ള വല്ലിപ്പാൻ തന്നെ വിളിക്കുന്ന മക്കൾ റൂഹ് പോയതിന്റെ 1-ാം നിമിഷം മുതൽ വല്ലിപ്പാന്റെ മയ്യത്ത് എന്ന് പ്രയോഗിക്കുന്നത് എവിടെ വരുന്ന മാറ്റാണ്? പിന്നെ വല്ലിപ്പാന്റെ മയ്യത്താണ്. വല്ലിപ്പാനെ കുളിപ്പിക്കല്ലേ തലേന്നാൾ ചോദിച്ച മക്കള് വല്ലിപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുക എപ്പോഴാണ് പിന്നെ ചോദ്യം. വല്ലിപ്പാൻ ആശുപത്രി കൊണ്ടുപോണ്ടെന്ന് ചോദിച്ചിരുന്ന മക്കൾ വല്ലിപ്പാന്റെ മയ്യത്ത് എപ്പോഴാ പള്ളിക്ക് എടുക്കണത് എന്ന് ചോദിക്കുകയാണ്. എവിടെ വല്ലിപ്പ? ആ വല്ലിപ്പയും കൊണ്ടാണ് ഇസ്രായേൽ അലൈഹിസ്സലാം കയറിപ്പോയത്. അതായിരുന്നു മനുഷ്യൻ, അതായിരുന്നു വാപ്പ, അതായിരുന്നു പുത്രൻ. പിന്നീട് അവിടുന്ന് മാറുകയാണ്. നമ്മളീ കാണുന്ന മനുഷ്യന്റെ ഭൗതികമായ രൂപം വാപ്പയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമായിരുന്നു എന്ന ബോധത്തിലേക്ക് മക്കൾ വലുതാവുകയാണ്. പിന്നെ വാപ്പല്ല, പിന്നെ വാപ്പാന്റെ മയ്യത്ത് മാത്രം അവരുടെ മുമ്പിലുള്ളത്. വാപ്പയോ ഇസ്രായേൽ അലൈഹിസ്സലാം കൊണ്ടുപോയി ഒന്നുകിൽ ഇല്ലീനിൽ, അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലെങ്കിൽ അഗാധതയുടെ സിജ്ജീനിൽ. ആരാ മനുഷ്യൻ നമ്മൾ തിരിച്ചറിയണ്ടേ? പിന്നെ എവിടെയാണ് തല്ലിക്കൊല്ലാൻ നമുക്ക് സന്ദർഭം? പിന്നെ എവിടെയാണ് കൊടും തണുപ്പിൽ 4 മണി മുതൽ 7 മണി വരെ 10,000-ഓളം മനുഷ്യരെ വഴിയാധാരമാക്കുന്ന ബുൾഡോസർ രാജിന്റെ സമയം? നോട്ടീസ് കൊടുത്തോലോ, അതവർ പാലിച്ചില്ലത്രേ. എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന് അന്വേഷിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? കേറിയിരിക്കാൻ മറ്റൊരു കൂരയില്ല, ഒരു കടയുടെ തിണ്ണ പോലും ഇല്ല. 10-40 വർഷം മുന്നേ ജീവിച്ചു വരുന്നവർ, ആ ലാൻഡിനെ കേന്ദ്രീകരിച്ച് അവർക്ക് വോട്ടർ ID ഉണ്ട്, അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, അവർക്ക് എല്ലാവിധ നിയമ സംവിധാനങ്ങളുടെയും പിന്തുണയുണ്ട്, രേഖകളുണ്ട്. ഇതാര് നൽകണതാ? ഏതെങ്കിലും ഒരു മനുഷ്യന് വോട്ടർ ID ഉണ്ടാക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വന്തമായി റേഷൻ കാർഡ് സൃഷ്ടിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വന്തം പേരിൽ ലാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഇതാര് ചെയ്യുന്നത്? ആര് കൊടുത്തതാ? കാലങ്ങളായി നാട് ഭരിച്ചു വന്ന ഗവൺമെന്റുകൾ അതത് സമയങ്ങളിൽ നൽകിപ്പോന്നത്. പിന്നെ ഏതോ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അതെല്ലാം പുറമ്പോക്കാകുന്നത് വിശ്വസിക്കാൻ മറ്റിടമില്ലാത്ത മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാവുന്നേ. മറ്റിടല്ല, ഒന്ന് കയറിക്കിടക്കാൻ ഒരു പീഡിക തിണ്ണയില്ല. ആ മനുഷ്യർക്ക് അവരുടെ കയ്യിലുള്ള റേഷൻ കാർഡും പിടിച്ച്, അവരുടെ കയ്യിലുള്ള വോട്ടർ IDയും പിടിച്ച്, അവരുടെ കയ്യിലുള്ള ആ ലാൻഡ് വെച്ചിട്ടുള്ള പാസ്പോർട്ടും പിടിച്ച്, അവരുടെ കയ്യിലുള്ള അതേ ലാൻഡിന്റെ നമ്പറുള്ള ആധാർ കാർഡും പിടിച്ചിട്ട് ഇറങ്ങിപ്പോവാൻ പ്രയാസം ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം? ഭരണകൂടം അതിന്റെ ഏറ്റവും വലിയ രാക്ഷസീയത പുറത്തിറക്കണം. കൊടുന്തണുപ്പിൽ 4 മണി മുതൽ 7 മണി വരെ എല്ലാം തീർന്നു. 10,000 ജനങ്ങൾ വഴിയാധാരങ്ങളായി. എങ്ങോട്ട് പോകണമെന്നറിയാത്ത വിധം അവർ പരിഭ്രമിച്ച്, മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിനിടയിൽ ഭീകരരാകുന്ന കുറെ മനുഷ്യക്കോലങ്ങൾ. ഇതല്ല മനുഷ്യനെന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ ഈ ആത്മാവിനെയും യഥാർത്ഥ മനുഷ്യനെയും കുറിച്ച് പഠിക്കണം. MT വാസുദേവൻ നായർ മരണത്തിന് നൽകിയ ഒരു നിർവചനമുണ്ട്, വളരെ മനോഹരം, അർത്ഥപൂർണം, ലളിതം, ഹൃസ്വം. എന്താ അദ്ദേഹം പറഞ്ഞേ? രംഗബോധമില്ലാത്ത കോമാളി എന്ന്. അതാ മരണം. എന്ത് എപ്പോ ചെയ്യണം, പറയണം എന്നൊന്നും അറിയാത്ത സർക്കസിലെ ഒരു വിറ്റുകാരൻ കോമാളി. അതുകൊണ്ടാ 10 വർഷം ഇടവിട്ട ദിവസങ്ങളിൽ ഡയാലിസ് ചെയ്യുന്ന വാപ്പ അവിടെ കിടക്കെ. ആൾക്കതല്ലാത്ത 2-3 രോഗങ്ങൾ വേറെയുണ്ട്. അദ്ദേഹത്തെ എടുത്ത് ഡയാലിസിന്റെ ദിവസങ്ങളിൽ എന്നും കോരിയെടുത്ത് വാഹനത്തിൽ കൊണ്ടുപോയി വെച്ച് ഡയാലിസിസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നേരാവണ്ണം കടത്തി ഔഷധം കൊടുത്തിരുന്ന ആരോഗ്യമുള്ള, കല്യാണം കഴിക്കാത്ത 23-കാരനാവുന്ന മകൻ ഒരു ദിവസം എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ നിശ്ചലനായി കിടക്കുന്നത് കാണുന്നത്
മരിച്ചുപോയി, രംഗബോധമല്ല. എവിടെ ഇടപെടണം എന്നറിയില്ല, എവിടെ ഇടപെടണമെന്നറിയില്ല ഈ മരണം എന്ന് പറയുന്ന സാധനത്തിന്. അതുകൊണ്ടാണ് MT രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതിൽ ചില തിരുത്തുണ്ട്. കൃത്യമായാണ് മരണം ഇടപെടുന്നത്, മരണത്തിന്റെ മലക്ക ഇടപെടുന്നത്. അകാല മരണം, അകാല ചരമം എന്നൊക്കെ നമ്മൾ മലയാള സാഹിത്യത്തിൽ കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നും മതത്തിലില്ലെന്നേ. കൃത്യമായ സമയത്താണ് മരണം സംഭവിക്കുന്നത്, അകാലത്തിലല്ല. ഒരു കഥയുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. സൂറത്തു മറിയമിന്റെ വ്യാഖ്യാനത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് വറഫഅനാഹു മക്കാനൻ അലിയ എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് അദ്ദേഹത്തെ നാം ഉന്നതിയിലേക്ക് ഉയർത്തി എന്നാണ് ആയത്തിന്റെ പ്രത്യക്ഷാർത്ഥം. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കൂട്ടുകാരൻ മലക്കുണ്ടായിരുന്നു അത്രേ. ഇടക്കിടക്ക് സന്ദർശിക്കും, അവർ ദീനി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ആ മലക്കിനോട് ഒരു ദിവസം ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഞാൻ എവിടെ വെച്ച് എന്നാ മരിക്കാന്ന് താങ്കൾക്ക് അറിയോ എന്ന്. മഹാനുഭാവൻ പറഞ്ഞു, എനിക്കറിയില്ല. വേണേൽ മലക്കുൽ മൗത്ത് ഇസ്രായേലിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും ഓരോരുത്തരും എവിടെ വെച്ച് എന്ന് മരിക്കണം എന്നുള്ള ലിസ്റ്റ്. നമുക്കൊന്ന് ചോദിക്കാം, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ, അതിനെന്ത് വേണം? ഇസ്രായേൽ ഉള്ളിടത്തേക്ക് ഉപരിലോകത്തേക്ക് നമുക്ക് കയറിപ്പോവാം. അങ്ങനെ പുറത്തിരിക്കുക, അള്ളിപ്പിടിച്ച് നിൽക്കുക, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. അങ്ങനെ പോയി 4-ാം ആകാശത്തെത്തി അവർ. ആ സമയത്ത് 4-ാം ആകാശത്തുണ്ട് ഇസ്രായേലിന്റെ സാന്നിധ്യം. ആ മലക്ക് അവിടെ ഇറങ്ങി ഇസ്രായേലിനെ ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് പ്രവാചകൻ ഇദ്രീസ് അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിനോട് ഡൗട്ട്, എവിടെ വെച്ച് എന്ന് മരിക്കും എന്നുള്ളത്. ആ കാര്യം അന്വേഷിക്കാൻ താങ്കളാണല്ലോ യോഗ്യൻ. അതിന് കയറി വന്നതാ, അതിന് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഞാൻ. ഇസ്രായേലിനൊരു പുഞ്ചിരി വിടർന്ന് കാണണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ലഡു പൊട്ടി കാണണം. കാര്യം മൂപ്പര് വിശദീകരിച്ചു കൊടുത്തു. ഇദ്രീസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടെന്നും അദ്ദേഹത്തെ ഇന്നത്തെ ദിവസം 4-ാം ആകാശത്ത് വെച്ച് റൂഹ് പിടിക്കണം എന്ന് റബ്ബിന്റെ കൽപ്പന ഉണ്ട്. ഇതെങ്ങനെ നടപ്പിലാക്കാൻ കരുതിയിട്ടാണ് ഞാനിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്. വിഷമിച്ചു എന്നൊക്കെ നമ്മുടെ ഭാഷയാണേ. ഇവിടെ എത്തണല്ലപ്പം മൂപ്പര് എങ്ങനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് റൂഹ് പിടിക്കാന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാനുള്ളത്. ഇതേ വന്നിരിക്കണ മുമ്പ് തന്നെ എന്നാ തുടങ്ങല്ല കർമ്മം. 4-ാം ആകാശത്ത് വെച്ച് റൂഹ് പിടിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ റൂഹ് എന്ന് എവിടുന്ന് പിടിക്കുന്നുള്ള കൗതുകാന്വേഷണവുമായിട്ട് എത്തിച്ചേരാ 4-ാം ആകാശത്തിലേക്ക്. അസ്രായേൽ കാത്തിരിക്കുകയാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ എന്ന് ഖുർആന്റെ ഭാഷ. നിങ്ങൾ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ച് ശാസ്ത്രീയമായ സംവിധാനങ്ങളൊക്കെ ഉള്ള ടണലിൽ പാർത്താൽ പോലുമെന്ന്. എന്ത് പ്രയോഗമാണത്? ലബറസല്ലദീ കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം എന്ന് മറ്റൊരു പ്രയോഗം. മനുഷ്യൻ പുറപ്പെടും. എങ്ങോട്ട്? എവിടെ വെച്ചാണോ അവന്റെ മരണം കണക്കാക്കിയത് അങ്ങോട്ടേക്ക് മനുഷ്യൻ ഇറങ്ങി സഞ്ചരിക്കും, അവിടെ എത്തിച്ചേരും. ഇതിനു മുന്നേ മനുഷ്യൻ ആരാണ് എന്ന ബോധത്തിലേക്ക് ഉയരുന്നതാണ് മതം പറയുന്ന വിജയത്തിന്റെ മാനദണ്ഡം. അതല്ലെങ്കിൽ മനുഷ്യനെ കാണാൻ കഴിയില്ല നമുക്ക്. നമ്മുടെ നാട്ടിൽ ജാതീയത കത്തി നിന്ന കാലം ഉണ്ടായിരുന്നില്ലേ? അന്ന് മനുഷ്യൻ എന്ത് വില ഉണ്ടായിരുന്നു? ശൂദ്രൻ എന്ന് പറയുന്ന സാധുക്കൾക്ക് എന്ത് വിലയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ശൂദ്രന്മാർക്ക് ജാതി ശൃംഖലയിൽ കയറാനെങ്കിലും ഭാഗ്യം കിട്ടിയട്ടോ, അതും നമ്മൾ മനസ്സിലാക്കണം. ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യരും ശൂദ്രരും മനുഷ്യന്മാരെ 4ആയിട്ട് ക്രമീകരിച്ചപ്പോ അതിൽ ഒരു വിഭാഗമായി മാറാനെങ്കിലും ഈ സാധു മനുഷ്യന്മാർക്ക് പറ്റി. അതിനുപോലും പറ്റാത്ത ധാരാളം വർഗങ്ങളും വിഭാഗങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. എന്നിട്ട് കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. അവർക്ക് ഭക്ഷണം എല്ലുമുറിയെ പണിയെടുത്താലും കഞ്ഞി കൊടുക്കുന്നത് പാത്രത്തിലാവാൻ പാടില്ല. പിന്നെയോ നിലത്ത് കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അവര് സ്പൂണ് കൊണ്ടും കയ്യിലുകൊണ്ടും ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെയോ പ്ലാവിന്റെ ഇല കുത്തിയിട്ട് പ്രത്യേകമായി ചെറിയ ഒരു സംവിധാനം ഏർപ്പെടുത്തണം. കഞ്ഞിന്ന് പ്രയോഗിക്കാൻ പാടില്ല. ലവണമെന്നോ ഉപ്പ് എന്നോ പറയാൻ പാടില്ല. പറഞ്ഞാൽ ക്രൂരമായി പീഡിപ്പിക്കും. ചിലപ്പോൾ ജീവഹാനി പോലും സംഭവിക്കും. അവരുടെ വീടിനെ കുറിച്ച് അവർക്ക് വീട് എന്നോ ഭവനെന്നോ പുരാന്നോ പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? ചെറ്റപ്പുര എന്ന് പറയണം. ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ ചെറ്റയുടെ പറയണത്.
അവരുടെ പേരിനെ കുറിച്ച് അവർ പറയണത് പോലും അവരെ അപമാനിച്ചിട്ടായിരുന്ന കാലം. നോക്കുങ്ങള്, ചെറ്റ എന്ന് പറഞ്ഞാൽ നല്ല സാധനം. എടാ ചെറ്റെന്ന് വിളിച്ചാൽ മനുഷ്യന്മാരാരേലും കേട്ടിക്കോ? അവരവരുടെ പേരിനെ കുറിച്ച് എന്ത് പറയണം? ചെറ്റപ്പുര എന്ന് പറയണം. ചെറ്റ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഉണ്ടാക്കിയ പേരല്ലത്. ഓലപ്പുര, ഓടുപുര എന്ന് പറയണ മാതിരി. പിന്നെ ഇത് ചെറ്റ താമസിക്കുന്ന പുരയാണ്, നായിൻകൂട് എന്ന് പറയണ മാതിരി. ആ പുളിക്കണത് ഇത്തിരി തരുമോ എന്ന് ഭവ്യതയോടുകൂടെ ചോദിക്കണം. ഉപ്പ് തരുമോ ലവണം തരുമോ എന്ന് ചോദിച്ചാൽ അടി കിട്ടും. വേദഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ പോലും ഈ ശ്രേണിയെ കൃത്യമായി വിശദീകരിച്ചു. ശൂദ്രൻ കട്ടാൽ എന്ത് വേണം, ബ്രാഹ്മണൻ കട്ടാൽ എന്ത് വേണം, ശൂദ്രൻ കൊന്നത് ബ്രാഹ്മണനെയാണെങ്കിൽ എങ്ങനെ ശിക്ഷ, ബ്രാഹ്മണൻ ശൂദ്രനെ കൊന്നാൽ എന്ത് ശിക്ഷ എന്ന് കൃത്യമായ വിവേചനത്തോടുകൂടെ വിശദീകരിച്ചു. എന്തുമാത്രം അവഗണന സഹിച്ചു കാണും ആ മനുഷ്യരെന്ന്. NSS ഒക്കെ രൂപീകരിക്കണത് ഞാൻ ഓർക്കണത് 1917 നായർ സർവീസ് സൊസൈറ്റി. ആരായി നായന്മാര്? നായന്മാരുടെ ആദ്യത്തെ പേര് മലയാളി ശൂദ്രർ എന്നായിരുന്നു. തമിഴ് ശൂദ്രർ വേറെ ഉണ്ടായിരുന്നു. എന്നിട്ട് 12 കൊല്ലം കേസ് നടത്തിയിട്ടാണ് മലയാളി ശൂദ്ര എന്നുള്ള പേര് മാറിയിട്ട് നായർ എന്നുള്ള പേര് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയത്. ഞാൻ ഏതോ ഒരു നൂറ്റാണ്ടിലെ, പൊതുവെ ആക്ഷേപിക്കപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിലെ കഥ അല്ല പറയണത്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെയൊക്കെ സംസ്കൃതമായ കേരളത്തിൽ നടന്ന കഥ. അതുകൊണ്ടല്ലേ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ചർമ്മം പോയി തൊപ്പിയിട്ടാലെന്ന് ആശാന് ദുരവസ്ഥയിൽ പറയേണ്ടി വന്നത്. ഇസ്ലാമിനെ പുകഴ്ത്താനുള്ള ഒരു കവിത ഒന്നുമല്ല ഈ ദുരവസ്ഥ. അങ്ങനെ ആരെയും മനസ്സിലാക്കിയോ? അല്ല. അദ്ദേഹം പറയുന്നുണ്ട് ഹിമാലയത്തിന്റെ അപ്പുറത്തുനിന്ന് കയറി വന്നവരല്ല ഈ മാപ്പിളമാരെന്ന്. പിന്നെ ഇവിടെയുള്ള ജാതി വിവേചനം കൊണ്ട് ഈ മതത്തിലേക്ക് എത്തിച്ചേർന്നവരാണ്. വേലായുധം പണിക്കശ്ശേരിയുടെ കേരള ചരിത്രം എന്ന പുസ്തകമുണ്ട്. അദ്ദേഹത്തിന് 10-20 പുസ്തകമുണ്ട് കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട്. പൊലയുള്ള പെണ്ണിനെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഞാനത് ഉള്ളതുപോലെ വായിച്ചാൽ പലരും ഈ സദസ്സിൽ കണ്ണുനീരൊഴുക്കുമെന്ന് എനിക്കറിയാം. അത്രക്ക് മാരകമായിരുന്നു കേരളത്തിന്റെ ആ കാലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു തല ചീകണതും ആയിഷ ബീവി മുടിക്കുള്ളിലൂടെ കൈ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഒക്കെ ചരിത്രത്തിലുണ്ട്. ഏത് സമയത്ത്? മെൻസസ് കാലത്ത്, ഈ പറയുന്ന പൊലയുടെ കാലത്ത്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്നെ തൊടാവോ, എനിക്ക് മെൻസസ് ആണല്ലോ. മുത്തറസൂൽ വളരെ മനോഹരമായി അതിന് മറുപടി പറയുന്നുണ്ട്, കയ്യിലല്ലല്ലോ സാധനം. ആയിഷാബിന്റെ മടി തലച്ചു കിടക്കുന്നുണ്ട്, ആയിഷാബിയോടൊപ്പം പൊറുക്കുന്നുണ്ട്. പക്ഷേ മെൻസസ് കാലത്ത് ലൈംഗിക ബന്ധം മാറ്റി നിർത്തണമെന്നും അവർക്ക് വേണ്ടി പുറത്ത്, ഇപ്പോഴുണ്ട് കർണാടകയിൽ മെൻസസ് കാലത്ത് സ്ത്രീകളെ ഒരു ചെറിയ കുടിലുണ്ടാക്കി അതിൽ കൊണ്ടുപോയി നിർത്തും. എത്രയോ സ്ത്രീകൾ പാമ്പ് കടിയേറ്റ് ഈ ഒരു സമയത്ത് മരണപ്പെടുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ദേവദാസികൾ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പേര്, അവരുടെ ജോലി? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദേവാലയങ്ങളിലുള്ള വേശ്യപ്പണിക്കാർ. വലിയ വലിയ ആഢ്യന്മാർ വരും, അവർക്ക് ഇഷ്ടമുള്ള ഇനെ തെരഞ്ഞെടുക്കാൻ പറ്റും, ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനും പറ്റും. അങ്ങനെ എന്തിന് ജനിച്ചു എന്നതിൽ വല്ലാതെ ദുഃഖം പൂണ്ട് കഴിയുന്ന പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇപ്പോഴുണ്ട്. ദേവദാസികളുടെ മോചനത്തിന് വേണ്ടി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ ഇതിനൊന്നും ഒരു മാറ്റം വരാത്തത്? ആരാ മനുഷ്യനെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. തന്റെ അതേ യോഗ്യതയാണ് മറുവശത്ത് നിൽക്കുന്നവനുമെന്ന ബോധത്തിലേക്ക് ഉയരാത്തത് കൊണ്ട്. ഷഫീൽ വറ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, മനുഷ്യനെ തേടി പച്ചപ്പകൽ ചൂട്ടും കത്തിച്ച് സഞ്ചരിച്ച ഗ്രീക്ക് ദാർശനികനാകുന്ന ഡയോനിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. അന്നുപോലും മനുഷ്യന് അത്രയും മൂല്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പട്ടാപകൽ ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി ഞാൻ നടന്നു, ലോകമാകെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല എന്നുള്ള കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യനെ തേടിയുള്ള അന്വേഷണത്തിന് ഉത്തരമായിട്ടാണ് പിന്നീട് ചരിത്രത്തിന്റെ കുറെ ഇപ്പുറത്ത് BC 4-ാം നൂറ്റാണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് 4 വർഷം കഴിയുമ്പോഴത്തേന് യേശുവിന്റെ കാലം വരുന്നു.
പിന്നീട് ഏകദേശം ഒരു 1400 വർഷം മുന്നേക്ക് എത്തുമ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം വരുന്നു. ആരാ മനുഷ്യനെന്ന് പണ്ട് ചൂട്ടും കത്തിച്ച് നടന്നവർക്ക് ഉത്തരം കിട്ടാത്ത ആ ഒരു സമസ്യയുടെ പൂരണവുമായി ഹബീബായ നബി തങ്ങൾ വന്നു. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. എല്ലാവരും ആദമിന്റെ മക്കൾ, ആദമോ മണ്ണിന്റെ പുത്രൻ. സൂറത്തു അന്നിസാ ആരംഭിക്കുന്നത് ആദം നബിയിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നും ബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. സർവ മനുഷ്യരെയും റബ്ബ് ഈ ഭൂമിയിൽ പലയിടങ്ങളിൽ വിന്യസിച്ചു എന്നും പറഞ്ഞിട്ടാണ്. എല്ലാവരും ആദം നബിയുടെ മക്കൾ. നമ്മിൽ ഒഴുകുന്ന രക്തം ഒന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് ചെയ്യാവുന്ന എല്ലാ കാരുണ്യവും ചെയ്യാൻ മതം നമ്മളോട് കൽപ്പിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരും ഒന്നാണ്. പക്ഷേ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അരികിൽ കൂടുതൽ ശ്രേഷ്ഠർ തഖ്വയുള്ളവരാണ്. ആ രീതിയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നവരാണ്. മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റും. അവന്റെ കൂടെ നിലകൊള്ളാൻ നമുക്ക് സാധിക്കും. അപ്പൊ കാരുണ്യം ചെയ്യണം. മനുഷ്യൻ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. രോഗികളാവുന്ന മനുഷ്യരെ ശുശ്രൂഷിക്കണം. കെട്ടിടമില്ലാത്തവർക്ക്, താമസിക്കാൻ പറ്റാത്തവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഭക്ഷണമില്ലാത്ത ഒരു മനുഷ്യനും നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഹദീസ് പണ്ഡിതന്മാരെല്ലാവരും അവരുടെ ശിഷ്യർക്ക് ആദ്യം ഓതിക്കൊടുക്കുന്ന റഹ്മത്തിന്റെ ഹദീസ്, ബഹുമാനരാകുന്ന എപ്പിസ്താദ് മർക്കസിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം ഓതി കൊടുക്കുന്നത്, എപ്പിസ്താദിന്റെ ഷെയ്ഖാവുന്ന ഹദീസിന്റെ ഷെയ്ഖാവുന്ന ഫാദാനി റഹ്മഹുല്ല എപ്പി ഉസ്താദിന് ആദ്യമായി ഓതി കൊടുത്തത് കൈ കോർത്തിട്ട് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ. എന്തൊക്കെ പറയായിരുന്നു? പലരും ആക്ഷേപിക്കുന്നത് പോലെയുള്ള പല സംഗതികളും ആദ്യമായി ഓതി കൊടുത്തൂടെ? ഒരു കുട്ടിയെ വർഗീയവാദിയാക്കാൻ മദ്രസകൾ എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണെന്നാണല്ലോ പ്രചാരം. എന്താ മദ്രസയിലുള്ളതെന്ന് അറിയില്ല, എന്താ അവിടെ പഠിക്കണതെന്ന് അറിയില്ല, എന്തേ പഠിപ്പിച്ചു എന്നുള്ള ബോധമില്ല. അതുകൊണ്ട് മദ്രസയിലുള്ള കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ വിറക്കണ ഒരു സഹോദരിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മദ്രസ പഠിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് ദേഷ്യം വരും. വ്യഭിചരിക്കരുത് മദ്രസ പറഞ്ഞില്ലേ, അത് കേൾക്കുമ്പോഴത്തേനും എനിക്ക് ദേഷ്യം വരുന്നു. കട്ടെടുക്കരുത് മദ്രസ പറഞ്ഞില്ലേ, അത് കേൾക്കുമ്പോഴേക്ക് എനിക്ക് ആകെ പരപ്പാടി ഇളകും. മനുഷ്യനെ ദ്രോഹിക്കരുത്, എതിർക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, വഴിയിലുള്ള തടസ്സങ്ങൾ അവിടെ വെച്ചേണ്ടിരിക്കരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ഈ ദേഷ്യത്തിന് മറ്റൊരു പേരുണ്ട്, നമ്മൾ തൽക്കാലം പറയണില്ല. ആണായാലും പെണ്ണായാലും നന്മകൾ കേൾക്കുമ്പോൾ ദേഷ്യം വരാൻ പാടില്ല. മദ്രസകൾ ഭീകരതയുടെ കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ ഷെയ്ഖുമാർക്ക് ആദ്യം എന്തൊക്കെ ആയത്തോ ഹദീസ് ഓതി കൊടുക്കാൻ പറ്റും ഇവര് പറയുന്ന തലത്തിൽ, പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റിയിട്ട്. നേരെ മറിച്ച് എല്ലാ ഷെയ്ഖുമാരും ആദ്യം ഓതി കൊടുക്കുന്നത് അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. കാരുണ്യം ചെയ്യുന്നവർ, കരുണാവാരിധിയാകുന്ന റബ്ബ് അവർക്കും കാരുണ്യം ചെയ്യും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സർവ്വർക്കും കരുണ ചെയ്യുവീൻ. യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്കും കാരുണ്യം ചെയ്യും. കാരുണ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു നോക്കുകൊണ്ട്, നമ്മുടെ സഹോദരന് സന്തോഷം കിട്ടുമെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട്, അത്തരം ലോലമെന്ന് തോന്നുന്ന നന്മകളെയും ഉപേക്ഷിക്കരുതെന്ന് റസൂലുള്ളാഹി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലാ തുഹഖിറന്ന മിനൽ മഹറൂഫി ഷൈഅൻ, നന്മയിൽ ഒന്നിനെയും നിസ്സാരമാക്കരുത്. വലോ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, നിന്റെ സഹോദരനെ സുസ്മേരവദനായി സമീപിക്കുന്നത് പോലും, നിന്റെ സഹോദരനെ കാണുമ്പോൾ ഹൃദ്യമായ രീതിയിലൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും നന്മയാണ്, ഉപേക്ഷിക്കരുത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ആവശ്യമായത് ചെയ്യണം. അവരും മനുഷ്യരാ. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും അയൽവാസികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും
നാട്ടിലെ ഏതു മനുഷ്യനും നമ്മളെ കൊണ്ടാകും വിധം സേവനവും സഹായവും കാരുണ്യവും ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ്. അർറാഹിമൂൻ യർഹമുഹുർ റഹ്മാൻ. മനുഷ്യൻ ആരാണെന്ന് ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് മനുഷ്യന്റെ കൂടെ നിൽക്കുക, മനുഷ്യനോടൊപ്പം സഞ്ചരിക്കാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ വരുമ്പോൾ ശാന്തമായൊരു കേരളം സൃഷ്ടിക്കപ്പെടും. അവിടെ അറുങ്കൊലകൾ ഉണ്ടാവില്ല, അവിടെ ആത്മഹത്യകൾ ഉണ്ടാവില്ല. നോക്കുങ്ങൾ, ഈ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളമായി ദുഃഖത്തോടെ കേരളം ചർച്ച ചെയ്തതാണ് രാമന്തള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു കുടുംബ സമൂഹ ആത്മഹത്യ. അല്ലെ, 2 മക്കളെ കൊന്നുകളഞ്ഞ് മാതാവും പിതാവും ആത്മഹത്യയാണ്. കാരുണ്യം പറ്റിയില്ലേ ആ ഹൃദയത്തിൽ? എന്ത് പ്രലോഭനം ഉണ്ടായാലും പ്രയാസങ്ങൾ തുറന്നു പറയണ്ടേ? ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? സ്വന്തം മക്കളെ, ജന്മം നൽകി വളർത്തിയ മക്കളെ കൊന്നു കളഞ്ഞിട്ട്, കെട്ടിത്തൂക്കി കൊന്നിട്ട്, ഒരു കുഞ്ഞിനെ കെട്ടിത്തൂക്കി ആടി ആടി അത് മരിക്കുന്നത് കണ്ടിട്ട് അടുത്ത കുട്ടിയെയും കെട്ടിത്തൂക്കാൻ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് സാധിക്കുന്നത്? ഹൃദയം ശിലയായിത്തീരുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പടച്ച റബ്ബ് ആദ്യമേ അത് പറഞ്ഞതാ. വിഷമങ്ങൾ ഉണ്ടാകും, ബിസിനസ് തോൽക്കും, ശാരീരികമായ അവശതകൾ ഉണ്ടാകും, ബന്ധുമിത്രാദികൾ മരിക്കും. ഇതൊക്കെയും റബ്ബിന്റെ പരീക്ഷണമാകുന്നു. പേടി വരും. SIR എന്താവുക എന്നുള്ള പേടി വരും. പേര് വന്നില്ലല്ലോ, ഇനി പേര് ചേർക്കാൻ എന്തൊക്കെ രേഖകൾ വേണമെന്നുള്ളത് പേടി വരും. എൻ്റെ അമ്മക്ക് സ്കൂൾ പഠിച്ചത് പടച്ചോനെ 10-70 കൊല്ലം മുന്നേ, എങ്ങനെ അമ്മാൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ള ആശങ്ക വരും. ഇത് സംഭവിച്ചിരിക്കും. ലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്. ബന്ധുമിത്രാദികൾക്ക് മരണം വരും, സാമ്പത്തികമായി ശോഷണം ഉണ്ടാകും, ബിസിനസ് തകരും. വസ്സമറാത്ത്, നമ്മൾ ആറ്റുനോറ്റ് നിർമ്മിച്ച നമ്മുടെ കൃഷി നശിച്ചു. വെട്ടാനായ വാഴക്കൊലകൾ ഇങ്ങനെ സമൃദ്ധമായി നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും കർഷകന്. പക്ഷെ ഒരു കാറ്റടിച്ചു മൊത്തം തലകുത്തി വീണാൽ അതോടെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് സംഭവിക്കുന്ന റബ്ബ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. വബശ്ശിരി സ്വാബിരീൻ. അത്തരം പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമയോടുകൂടെ അതിനെ സമീപിക്കുന്ന, അതിനെ കൈകാര്യം ചെയ്യുന്നവർക്ക് സുവിശേഷം അറിയിക്കണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവർ റബ്ബിനെ ഓർക്കും. ഹൃദയത്തിന്റെ ഭാഷയിൽ അവർ പറയും, ഞങ്ങളെല്ലാം റബ്ബിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങാനുള്ളത്, എല്ലാം റബ്ബിൽ നിന്ന് കിട്ടിയത് റബ്ബിലേക്ക് മടങ്ങാനുള്ളത്. ആ ഒരു ബോധത്തിലേക്ക് ഉയരുമ്പോൾ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകൂല. ഇതിൽ നിന്ന് മാറുമ്പോൾ ഞാൻ PG എഴുതിയാൽ തോറ്റുമോ എന്നുള്ള ആശങ്കക്ക് MBBS കഴിഞ്ഞ് ജോലിയുള്ള ഒരു സഹോദരി ഡോക്ടർ ഈയിടെ ആത്മഹത്യ ചെയ്തു. ആലോചിച്ചു നോക്കുന്നത്, ഞാൻ PG എഴുതിയാൽ പാസ്സാവും എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. ഒരു MBBS കഴിഞ്ഞതാണ്, ജോലിയുള്ളതുമാണ്. ഇത്തരം നേരിയ സമ്മർദ്ദങ്ങളെപ്പോലും അതിജയിക്കാൻ കഴിയാത്ത ചോക്ലേറ്റ് ബേബികളായി നമ്മൾ മാറാൻ പാടില്ല. കുഞ്ഞിനെ കുഞ്ഞായി കാണുക, മനുഷ്യനായി കാണുക, അവനാണ് ആര് എന്ന രീതിയിൽ വിലയിരുത്തുക, അതിനോട് പറ്റും വിധം സമീപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ മനുഷ്യനെ അറിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളം മാതൃകയായി സമൂഹത്തിൽ മൊത്തം, ലോകത്ത് മൊത്തം ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. മനുഷ്യനെ അറിയുന്നത് വളരെ പ്രധാനം, അവൻ്റെ കൂടെ നിൽക്കുന്നത് അതിലേറെ പ്രധാനം. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, വിധവകളായവർ, സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവർ, പലരും വിഷമങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് മാറാൻ, മനുഷ്യനോടൊപ്പം ചേരാൻ നമ്മൾ ഉറക്കെ ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ യഥാർത്ഥ മനുഷ്യരായി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും വൈകല്യങ്ങളും പടച്ച റബ്ബ് മഹദ് ഫദല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നിരവധിയായ രോഗികൾ സദസ്സിലും നമ്മുടെ ബന്ധുമിത്രാദികളിലുമുണ്ട്. പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാവരെയും സമ്പൂർണ്ണമായി സലാമത്തിലാക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم.